ബാർസലോണ ആക്കണത് എന്ത് എളുപ്പമായിരുന്നു. വെറുതെ കസ്റ്റമൈസേഷൻസിൽ പോയിട്ട് ബാർസലോണ എന്ന് ക്ലബാക്കിയാൽ മതി. അതുപോലും എനിക്ക് അറിയില്ലായിരുന്നു. ഞാനത് നൂബായിരുന്നു എന്നറിയാം കളിയിൽ. ഇപ്പം പിന്നെ റിയൽ മാഡ്രിഡ് വേഴ്സസ് ബാർസലോണ ആര് ജയിക്കും? എനിക്കറിയില്ലല്ലോ. ബാർസലോണ ഉറപ്പാ ഞാൻ ജയിക്കും. ഞാൻ ബാർസലോണയ്ക്ക് വേണ്ടി ജയിക്കും. തോറ്റാണ്ടല്ലോ പിന്നെ ഞാൻ ഈ വീഡിയോ ഇടില്ല, യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യില്ല. ആരും കാണുന്നില്ല എന്നറിയാം, പക്ഷെ ഞാൻ പോസ്റ്റ് ചെയ്യില്ല. എങ്ങാനും കണ്ടാലും അല്ല, ഞാൻ പോസ്റ്റൊക്കെ ചെയ്യും. എൻ്റെ അമ്മോ, മെസ്സിയാ? കുറേ നല്ല പ്ലെയേഴ്സ് ഉണ്ടല്ലോ, പക്ഷെ എൻ്റെ അത്ര ഇല്ല എന്നാണല്ലോ. ടീം ഇട്ടാ സ്കില്ല് എനിക്കറിയില്ല. പൂമൂട്ടി അയ്യേ, ഇത്ര വേഗം ഗോളൊക്കെ ആവുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ എല്ലാം തിരിച്ചെടുത്തു. ആയില്ല. സാധാരണത് കോർണർ കിക്സ് ഒക്കെ കുറച്ചും കൂടി ലേറ്റായിട്ടാണ് വരാറുള്ള ഗെയിമിൽ. മേഘ എൻ്റെ ഒരു ഗോളി നല്ലതാട്ടാ. എൻ്റെ ഗോളിനെക്കാട്ടിലും ഭേദമാണ് ഇവരുടെ ഗോളി. എൻ്റെ 110 ഗോളിയാണ്, ഇവരുടെ 112 ഗോളിയാണ്. കക്ക പ്ലീസ്. അയ്യേ, ഇത് എങ്ങോട്ടാ അടിക്കണേ? കിട്ടി. അതോ എമ്മേക. കക്ക പ്ലീസ് ഷൂട്ടി ഗോൾ. എൻ്റെ അമ്മ, ഗോളി എന്താണ്? ഇവരുടെ ഗോളിക്ക് പ്രാന്തായി തോന്നുന്നു. ഒരു ഗോൾ അടിക്കാൻ സമ്മതിക്കണില്ല. അയ്യേ, ഇയാളെന്താ സ്പ്രിന്റ് ചെയ്യാത്ത? സ്പ്രിന്റ് ചെയ്തല്ലേ മറിക്ക് കളിക്കാം. ട്രോസർഡ്. ആദ്യത്തെ ഗോൾ തന്നെ ട്രോസർഡിന്റെ പൊസിഷൻ ലെഫ്റ്റ് വിങ് ആണല്ലേ, അപ്പൊ കുഴപ്പമില്ല. കിട്ടിയില്ലേ ബോള്? കിട്ടി. എന്തിനാണ് കക്ക അവിടെ കിടന്ന് ആക്ഷൻ കാണിച്ച്? ഓഫ് സൈഡ് ഉണ്ടാവും മിക്കവാറും. ഞാൻ വിചാരിച്ചു ഗോളായിരുന്നു. ഇവര് നല്ല ടീമാട്ടോ, പക്ഷെ ബാർസലോണയുടെ അത്രയും നല്ലതായിരിക്കില്ല. എനിക്ക് നല്ല ഗോളിൽ തോപ്പിക്കണം എന്ന് ആഗ്രഹമുണ്ട്. റിയൽ മാഡ്രിഡാണ് ലൂസേഴ്സ് എന്ന് കാണിക്കാം. സ്ലിപ്പായി വീട്. എത്ര വട്ടം റോളായി നോക്കിയ ആള് ആരാന്ന് ഞാൻ കണ്ടില്ല. ഗോൾ. എമ്മേക്ക് ഒന്ന് ടാക്കിൾ ചെയ്തേക്കണ. ബെസ്റ്റ്. സെക്കൻഡ്. അയ്യോ, ഞാൻ സെക്കൻഡ് ഡിഫൻഡർ ഓണാക്കിയതാ. ഇതെന്താണ്? നെറ്റിലെത്തപ്പോ പോലും ഞാൻ ഗോൾ അടിച്ചു. എന്തൊരു ഗോളാണത്! ഇത് എളുപ്പാട്ടാ. കളി തുടങ്ങിയ ഇവരൊക്കെ തോറ്റ് തുന്നും പാടും കളിയില്. 2-0 മാഡ്രിഡ്. ഇതാണ് ഞാൻ പറയണേ, ബാർസയാണ് ഏറ്റവും നല്ല ക്ലബ്ബ്, എസ്പെഷ്യലി മാഡ്രിഡിനെ വെച്ച് നോക്കുമ്പോൾ. അയ്യേ, എങ്ങോട്ടാണ് ചവിട്ടി വിടണേ ബോളിനെ? മോളിന എമേഗ മോളിന പെല്ലിങ്ങ ഷൂട്ട്. 2-0. ഇങ്ങനെ അവർ തോപ്പിക്കുകയാണെങ്കിലും എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. കാരണം
എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ജോസ്, ഭയങ്കര മാഡ്രിഡ് ഫാനാണ്. അവനൊരു യൂട്യൂബ് ചാനലുണ്ട്, എന്തോ ഫുട്ബോൾ എഡിറ്റ്സ് W7, ഒടുക്കത്തെ റൊണാൾഡോ ഫാൻ, പിന്നെ മാഡ്രിഡ്. അവൻ എന്നെ ചാലഞ്ച് ചെയ്തു. അവനാണെങ്കിൽ ഭയങ്കര പ്രോ ആട്ടോ, എന്തോ ഗോൾഡ് 1 അങ്ങനെ എന്തോ ആണ് അവൻ്റെ റേറ്റിംഗ്. എന്നിട്ട് അവൻ എന്നെ ചാലഞ്ച് ചെയ്തു. ഞാൻ കളിക്കാന്ന് പറഞ്ഞാൽ എനിക്കറിയായിരുന്നു ഞാൻ തോക്കുന്നു. അവൻ്റെ ടീമൊക്കെ ഭയങ്കര 112 OVR 3 ദിവസം കൊണ്ടിട്ടാ. അപ്പോൾ അവന് എന്ത് നല്ലതാണെന്ന് ആലോചിച്ച് നോക്ക്, എന്തോരം ടൈംസ് എന്നെക്കാട്ടും ഭേദമാണെന്ന് ആലോചിച്ച് നോക്ക്. അയ്യോ ഗോളാ. എന്നിട്ട് അവനെ ചാലഞ്ച് ചെയ്തു. അവൻ എന്നിട്ട് എന്നെ 1-0 തോൽപ്പിച്ചു. എനിക്ക് അതിൽ സന്തോഷമുണ്ട്. 1-0 അല്ലേ, കുഴപ്പമില്ല, ഞാൻ തോറ്റാലും കുഴപ്പമില്ല. 1-0 കുഴപ്പമില്ലാത്ത സ്കോറല്ലേ, അതും ഇത്രയും പ്രോ. എൻ്റെ ഡിഫൻസ് ഭയങ്കര ഇതുകൊണ്ട് അവൻ തോറ്റുണ്ടാവും. പിന്നെ ഇവന് ഞാൻ ഈ വീഡിയോ ഉറപ്പായിട്ടും കാണിച്ചു കൊടുക്കും, മാഡ്രിഡ് തോക്കുന്നത്. എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് കുറേ, അവന്മാരൊക്കെ ബാർസയുടെ ഭയങ്കര ഫാനാണ്, എന്നെക്കാട്ടിലും 100 ഇരട്ടി. എന്നിട്ട് അവന്മാരുടെ കൂടെ ഈ ജോസ് കളിച്ചു കഴിഞ്ഞാൽ അവർ തുന്നുമ്പോടും ജോസ്. കാരണം അവരുടെ OVR എന്ന് പറഞ്ഞാൽ എന്തോ 120 അങ്ങനെ എന്തോ ഉണ്ട്. എത്ര 117 പ്ലെയേഴ്സാണെന്ന് അറിയാം. അവർക്ക് മൾഡീനിയൊക്കെ ഉണ്ട് ഒരുത്തിന്. പാർ ഷോട്ട് എങ്ങോട്ടോ അടിച്ചപ്പോ. എന്തായാലും ജയിച്ചു കളി, അത് ഗ്യാരണ്ടിയാ. ഇപ്പം ആൾ ജയിക്കുകയാണെങ്കിൽ ഞാൻ എന്തും ചെയ്യും. ഞാൻ ട്രൂത്ത് ഓർ ഡെയർ കളിക്കുക ആരെങ്കിലുടെയും കൂടെ, എന്നിട്ട് അവർ പറയണത് എന്ത് ഞാൻ ചെയ്യും. ഇവരെന്തിനാണ് ഇവിടെ കിടന്ന് കളിക്കണേ? 5 സെക്കൻഡ്സ് തോറ്റു. ഞാൻ ജോസിനെ കാണിച്ചു കൊടുക്കാം, ഇത് മാഡ്രിഡ് തോക്കുന്നത്. ബാർസലോണ. അപ്പോൾ ഇന്നത്തേക്ക് ഞാൻ ഇത്രേ കളിക്കാനുള്ള. ഓക്കെ.